അതിനൊക്കെയുള്ള ചങ്കുറപ്പ് ഭരത്ചന്ദ്രനുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിക്കുമുണ്ട്. ഇയാൾ സിനിമയിൽ നിറങ്ങിയിട്ടില്ല, അതാണ് വേറൊരു. എന്തിന് സിനിമയിൽ നിറങ്ങണം? സിനിമയിൽ ജനങ്ങൾ കൈയടിച്ച് ആ പടം 100 ദിവസമൊക്കെ അന്ന് ഓടിയിട്ടുണ്ടെങ്കിൽ, അങ്ങനത്തെ സിനിമകൾ ഓടിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യം അതാണ്. സിനിമയിൽ നിന്ന് ഇറങ്ങാൻ സൗകര്യമില്ല. ആവാസ വ്യവസ്ഥിതി എന്ന് പറയുന്നത് സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനത്തിന് മാത്രമേ തണ്ടലുള്ള വികസനമെന്ന് പറയാൻ പറ്റൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് നടപടിയെടുക്കാൻ വേണ്ടി കൊടുത്തു. പഞ്ചായത്ത് അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യേണ്ടതുണ്ട്. അതും അവിടെ വ്യക്തമായി. അത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പഞ്ചായത്തിനെ കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മര്യാദയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊണ്ട് ചെയ്യിക്കാനുള്ള മിടുക്ക് ആ സഭയിൽ ഉള്ളവർക്കുണ്ടാവണമെന്നുള്ള വിളംബരവും നടത്തിയിട്ടാണ് പോയത്. ഇതാണ് മറ്റവരെ ഇത്തിരി അസുഖം അവർക്കുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് തുടർന്നാൽ ഇതിന് ഞാൻ 14 ജില്ലയിലേക്കും പോകുന്നുണ്ട്. ഇത് തടയാൻ ആർക്കും പറ്റില്ല. ഇതൊരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക്, ഒരു മന്ത്രി എന്ന നിലയ്ക്ക് എൻ്റെ അവകാശമാണ്. ഞാനത് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ അവിടെ ഇവിടെയും തെന്നിയും തെറിച്ച് കിടക്കുന്ന ചില കൈപ്പിഴകളൊക്കെ എടുത്ത് ചൂണ്ടിക്കാണിച്ച് ഈ തീപ്പന്തം തീഗോളം കെടുത്താമെന്ന് ഒരുത്തനും വിചാരിക്കണ്ട, നടക്കില്ല കേട്ടോ. അതിനൊക്കെയുള്ള ചങ്കുറപ്പ് ഭരത്ചന്ദ്രനുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിക്കുമുണ്ട്. ഇയാൾ സിനിമയിൽ നിറങ്ങിയിട്ടില്ല, അതാണ് വേറൊരു. എന്തിന് സിനിമയിൽ നിറങ്ങണം? സിനിമയിൽ ജനങ്ങൾ കൈയടിച്ച് ആ പടം 100 ദിവസമൊക്കെ അന്ന് ഓടിയിട്ടുണ്ടെങ്കിൽ, അങ്ങനത്തെ സിനിമകൾ ഓടിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യം അതാണ്. സിനിമയിൽ നിന്ന് ഇറങ്ങാൻ സൗകര്യമില്ല. അങ്ങനെ തന്നെയാണ്.